ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് സാമ്പാർ റെസിപ്പി കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളും ഈ വെജിറ്റബിൾസ് എല്ലാം തന്നെ സ്കിപ്പ് ചെയ്യാതെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിവിടെ പരിപ്പ് 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇതിനിയൊരു കുക്കറിലിട്ട് കൊടുക്കാം. കുക്കറിലിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയുമാണ് ചേർക്കുന്നത്. ഇതൊന്ന് യോജിപ്പിച്ച് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ വിസിൽ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതാ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നല്ല വെണ്ണ പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വച്ചിരുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം വെള്ളം കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് കറി ഉണ്ടാക്കാനുള്ള പാൻ സ്റ്റൗവിൽ വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കടുക് പൊട്ടിക്കാം. അതിലേക്ക് 1 വറ്റൽമുളക് കൂടി ചേർക്കാം. ഈ സമയം വേണമെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം കേട്ടോ. പിന്നീട് അതിലേക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. പിന്നീട് ഒരല്പം വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരുന്നത് അതുകൂടി ചേർക്കാം. ഒരു 4-5 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചെറുതായി വഴന്നു വരുമ്പോൾ ഒരു 2 മിനിറ്റ് വഴന്നാൽ മതി കേട്ടോ. അതിലേക്ക് വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ചേർക്കാം. ഇതൊരു 4 മിനിറ്റ് വഴറ്റിയെടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള സാമ്പാർ പൊടിയിൽ ആവശ്യത്തിന് എരിവുള്ളതുകൊണ്ടാണ് ഇത്രയും മാത്രം കുറച്ച് ചേർക്കുന്നത്. അതിലേക്ക് വാളൻപുളി കുതിർത്ത് വച്ചിരുന്ന വെള്ളം ചേർക്കാം. പിന്നീട് 2 തക്കാളി അരിഞ്ഞു വെച്ചിരുന്നതും കൂടി ചേർത്ത് 2 മിനിറ്റ് കുക്ക് ചെയ്യാം. കാരണം ഈ തക്കാളി ഉടഞ്ഞു പോകാതെ വേണം നമുക്ക് കുക്ക് ചെയ്ത് കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരുന്ന പച്ചക്കറി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതാ നമുക്കിത് ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്തുടഞ്ഞ് പോകാതെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മുടെ സാമ്പാർ പൊടി ചേർക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. ഇതങ്ങ് ചേർത്ത് കഴിയുമ്പോൾ ഈ കറി ഒന്ന് നന്നായി കുറുകി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മല്ലിയില, കറിവേപ്പില, അതുപോലെ ഒരല്പം കായം പൊടി കൂടി തൂകി കറി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരല്പം വെള്ളം മുന്നോട്ട് നിൽക്കുന്ന രീതിക്ക് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. കാരണം ഇത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകും. കാരണം നമ്മൾ ഉപയോഗിച്ചിരുന്ന സാമ്പാർ പൊടിയിൽ അരി ഉപയോഗിച്ചിട്ടാണ് വറുത്ത് പൊടിച്ചിരുന്നത്. ഈ അരി ഉപയോഗിക്കുന്നത് സാമ്പാറിന് നല്ലൊരു കുറുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.